ഓ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സെബിൻ ആൻഡ് ഇറ്റ്സ് മൈ ചാനൽ സെബിൻസ് വ്ളോഗ്. അപ്പോൾ ഗായ്സ് കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ക്യാമറ കംപ്ലൈൻ്റ് ആയിരുന്നു, പിന്നെ ഉണ്ടായിരുന്ന ഒരു ക്യാമറ സെയിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. ഇന്നിപ്പം ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാറിൽ വെക്കുന്ന ഒരു സബ് വൂഫർ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ മേടിച്ചിരുന്ന ഒരു സബ് വൂഫറാണിത്. RD എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സബ് വൂഫറാണ്. അപ്പോൾ ഇത് കോട്ടയത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത സാധനമാണ്. ഇതിന് അവർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് വെച്ചാൽ 6500 രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. പക്ഷേ ഇതിൻ്റെ ഓൺലൈൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 3000 രൂപ റേറ്റുള്ള സാധനമാണ്. ഇത് ഒരു 8 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ്. മേടിച്ച് വണ്ടിയെ വെച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പം കംപ്ലൈൻ്റ് ആയിട്ട് ഇതിൻ്റെ ഈ സ്പീക്കർ അടക്കം ഞാൻ മാറിയിട്ടുള്ളത് ഇതുണ്ട്. ഈ സ്പീക്കർ അടക്കം ഞാൻ മാറിയതാണ്. ഇപ്പോൾ ഇതിൻ്റെ ബോർഡിന് എന്തോ ഇഷ്യൂസും കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് ഈ സാധനം ഞാൻ വണ്ടിയിൽ നിന്ന് ഊരി മാറ്റിയത്. അപ്പം കടയിൽ നിന്ന് വെച്ച് കഴിഞ്ഞപ്പം 6500 രൂപ കടയിൽ കൊടുത്തു. പിന്നെ വയറിംഗ് കിറ്റിന് 2000 രൂപ. അങ്ങനെ മൊത്തത്തിൽ ഒരു 8500 രൂപ കൊടുത്ത് മേടിച്ച ഒരു സാധനമാണിത്. മേടിച്ചിട്ട് 1 ഇയർ വാറണ്ടി കഴിയുന്നതിന് മുമ്പ് ഒരു 2 പ്രാവശ്യം കംപ്ലൈൻ്റ് ആയി. പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇത് ഊരി മാറ്റുവാണ് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിയുമ്പോൾ പതറിച്ചയായിട്ട് സൗണ്ട് കേൾക്കുന്നു, സൗണ്ടിനൊരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അതിലും നല്ല വണ്ടിയിൽ വന്നിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിന് തന്നെ അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വെച്ചാണ് മുന്നോട്ട് പോകുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓൺലൈനിൽ നിന്ന് അത്യാവശ്യം കയറി ചെക്ക് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. നല്ല റിവ്യൂസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് എടുത്ത ഒരു സാധനമാണ് ഇത്. കമ്പനിയുടെ പേര് JXL എന്നാണ്. നമ്മുടെ JBL, സോണി, പൈനിയർ അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ അത്യാവശ്യം നല്ല ഒരു സെയിലിംഗ് നടക്കുന്ന ഒരു കമ്പനിയാണ് JXL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു കമ്പനി ഹൈഡ്ര എന്ന് പറഞ്ഞ്, ഹൈഡ്രയുടെ സബ് വൂഫറും അത്യാവശ്യം നല്ല സാധനമാണ്. അപ്പോൾ എനിക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളും പിന്നെ ഈ ഒരു സ്ക്വയർ വന്നിട്ട് റൗണ്ട് വന്നിട്ട് ഒരു ചതുര ടൈപ്പ് താഴോട്ട് വരുന്ന ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കിയപ്പം എനിക്കിഷ്ടപ്പെട്ട JXL ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്തത്. ഇത് ആമസോണിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 4400 ആ ഒരു റേഞ്ചോട് നിൽക്കുന്നതാണ്. ഇതിൻ്റെ 8 ഇഞ്ച് സബ് വൂഫർ അവൈലബിൾ ആണ്, 10 ഇഞ്ച് അവൈലബിൾ ആണ്, പിന്നെ 12 ഇഞ്ചും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 10 ഇഞ്ചാണ്. കാരണം നമ്മുടെ കാറിൻ്റെ അകത്ത് വെക്കാനായിട്ട് അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളും കിട്ടും, എന്നാൽ കാറിൻ്റെ അകത്ത് വെക്കാനും പറ്റുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ 10 ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ 10 ഇഞ്ച് എടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ അൺബോക്സിങ് വീഡിയോ നമുക്ക് നോക്കാം. ഇതൊന്ന് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇത് എങ്ങനെയാണ്, എന്തൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ നോക്കാം. സംഭവം ബോക്സിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. 2 തെർമോക്കോൾ സൈഡിൽ ഡാമേജ് ആകെ കൊടുക്കുകയും ചെയ്തിരിക്കാനായിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതാണ് സബ് വൂഫർ. ഇതാണ് ഒരു സൈഡ് ഫുള്ളും റൗണ്ട് വന്നിട്ട് അടിയിലോട്ട് ഒരു ചതുര ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കവർ പൊട്ടിച്ച് നോക്കാം. വാറണ്ടി കാർഡും കാര്യങ്ങളൊന്നും പൊതുവെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇനി 1 ഇയർ വാറണ്ടി എന്നൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ കാർഡും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. എനിക്ക് തോന്നുന്നു ബോക്സിൻ്റെ അകത്തുണ്ടെന്ന് തോന്നുന്നു. ബോക്സും എംറ്റിയാണ്. ബോക്സിൻ്റെ അകത്തും വാറണ്ടി കാർഡില്ല. അപ്പം നമ്മളെ മൂഞ്ചിച്ചു എന്ന് തോന്നുന്നു. നല്ല സാധനം പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ JXLൻ്റെ സബ് വൂഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് റൗണ്ട് വന്നിട്ട് ഫുള്ളി റൗണ്ട് വന്നിട്ട് അടിയിൽ ഇങ്ങനെ ചതുരം ടൈപ്പ്. നമുക്ക് ബാക്കിയുള്ള ഡിക്കിയിലെല്ലാം വെക്കാനായിട്ട് എളുപ്പമാണ്. പിന്നെ ഡിക്കി സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ ഒഴിവായി കിട്ടും. ആ ഒരു കാര്യത്തിന് എന്തായാലും സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ഒരു സൈഡിൽ വരുന്നതെന്ന് പറഞ്ഞത് കണ്ടില്ലേ, ഒരു റൗണ്ട് ടൈപ്പിൽ ഇങ്ങനെ വന്ന് ഒരു ഡിസൈനൊക്കെ പോലും ഉണ്ട്. കൊള്ളാം, നല്ലൊരു സുഖം. പിന്നെ ഈ സൈഡിൽ നമ്മുടെ കണക്ഷൻ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ വരും കൊടുക്കുന്നത്. ലെഫ്റ്റും റൈറ്റും ഉള്ള പിന്നുണ്ട്. പിന്നെ പോസിറ്റീവ്, നെഗറ്റീവ്, പവർ പ്ലഗ്, പവറിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ടുള്ളത്. പിന്നെ ഇത് ക്വാളിറ്റി ബാസ് കൂട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെയാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. പിന്നെ സബ് വൂഫറെ മാത്രമായിട്ട് കണക്ഷൻ വരുന്നത്, പിന്നെ ഓളിൻ മൊത്തം സിസ്റ്റത്തിലെ മൊത്തം കണക്ഷനായിട്ട് വരും കൊടുക്കുന്നത്. ആ ഒരു സ്വിച്ച് ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയാണ്. ഞാൻ ഓൾറെഡി വണ്ടിയെ ഈ സാധനത്തിന് കണക്ഷൻ കൊടുത്തിരുന്നതുകൊണ്ട് എനിക്കിപ്പം വയറെല്ലാം എടുത്ത് കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ മതി. ബാറ്ററിയിൽ നിന്ന് വരുന്ന ഒരു കണക്ഷൻ ഓൾറെഡി വിടിപ്പിച്ചിട്ടേക്കുന്നതാണ്. പിന്നെ സബ് വൂഫറെ കൊടുക്കുന്ന കണക്ഷനും വിടിപ്പിച്ചിട്ടേക്കുവാണ്. അപ്പോൾ അതെല്ലാം ടേപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ നേരെ ടേപ്പിംഗ് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ട് ഇത് നേരെ കണക്ഷൻ കൊടുത്ത് പിടിപ്പിച്ചാൽ മാത്രം മതി. അപ്പം നമുക്ക് വാറണ്ടി കാർഡ് ഇല്ലെന്ന് പറഞ്ഞ വെറുതെ കേട്ടോ. വാറണ്ടി കാർഡ് ഉണ്ട്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കാൻ. ഞാൻ അപ്പോൾ JXLൻ്റെ 1 ഇയറിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്.
അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാധനം നോക്കി പർച്ചേസ് ചെയ്യണം. കടയിലൊക്കെ പോയി മേടിക്കുമ്പോഴത്തേക്ക് അവരെന്താണെങ്കിലും അവരുടെ റേറ്റ് കൂടി ഇട്ടിട്ട് അത്യാവശ്യം നമ്മുടെ നിന്ന് പിഴിയാൻ പറ്റുന്ന തരം പിഴിഞ്ഞിട്ടേ ഉള്ളൂ അവർ നമുക്ക് സാധനം തരത്തുള്ളൂ. ഓൺലൈനിൽ നോക്കുവാണെങ്കിൽ നല്ല റിവ്യൂസും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് നോക്കി നല്ല ബ്രാൻഡ് ഏതാണെന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കിട്ടാൻ ഇഷ്ടംപോലെ ചാൻസസ് ഉണ്ട്. ഞാനപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പർച്ചേസിങ് ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന വീഡിയോസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമുക്ക് പാട്ട് വെച്ച് കേൾപ്പിക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റിംഗ് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണെങ്കിലും കോപ്പി റൈറ്റിംഗ് ഇല്ലാത്ത ഒരു സോങ് വെച്ച് ഞാൻ ഇതിൻ്റെ ഇടിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ നമുക്കിത് വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടിയിൽ സാധനം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എയർപോർട്ടിൽ നിന്നൊക്കെ കൊടുക്കുകയും ചെയ്യുന്നൊരു ബാഗിൻ്റെ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാനത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വണ്ടിയെ വെച്ച് കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇത്രയും വരും വലിപ്പവും കാര്യങ്ങളൊക്കെ. ഡിക്കി സ്പേസ് അത്യാവശ്യം നമ്മുടെ ഒഴിവായി പോകും ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ. അല്ലാതെ സീറ്റിൻ്റെ അടി വെക്കുന്ന സബ് വൂഫറും കാര്യങ്ങളും വെക്കുവാണെങ്കിൽ ഡിക്കി സ്പേസിന് കുഴപ്പം കാര്യങ്ങളും ഉണ്ടാകില്ല. അപ്പം ഇത് ഞാൻ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇത് നമ്മൾ വണ്ടിയെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ലഗേജും ട്രോളിയൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ക്ലിപ്പാണ്. അപ്പോൾ അത് വെച്ച് ഞാനിവിടെ ഹോൾഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കണക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് പവറിൻ്റെ ഓപ്ഷൻ, ഇത് പോസിറ്റീവും നെഗറ്റീവും, ഇത് പിന്നെ സ്പീക്കറിൻ്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള സ്പീക്കറിൻ്റെ ഓപ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് പവർ ഓൾറെഡി നമ്മുടെ വണ്ടിയുടെ കീ ഓൾറെഡി ഓൺ ആവുകയും കൊടുക്കുകയും ചെയ്യുമ്പം ഇവിടെ ഒരു ബ്ലൂ ലൈറ്റും കാര്യങ്ങളും എല്ലാം തെളിയും. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു പീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കോപ്പി റൈറ്റിംഗ് ഇല്ലാത്ത ഒരു സോങ് ഞാൻ വെച്ച് ഇതിൻ്റെ ബാസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇതിൽ ഏതെങ്കിലും ഒരു സോങ് പ്ലേ ചെയ്യാം. കോപ്പി റൈറ്റ് ഇല്ലാത്ത സോങ്ങാണ് ഞാൻ ഓൾറെഡി പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാമേ. പാസ്വേഡ് തെറ്റാണോ ഈശ്വര? ഓക്കെ, സൗണ്ട് 2022. ഓക്കെ, 23 വെക്കാം. ഓക്കെ, കുറച്ചുകൂടി സൗണ്ട് കൂട്ടി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ. ഫുൾ സോങ് കാണിക്കാനുള്ള സമയം കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം ടൈം കുറച്ചിട്ട് മാക്സിമം ലെങ്ത്ത് കുറച്ചിട്ട് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ള് കേൾപ്പിക്കാതെ. അത്യാവശ്യം നല്ല രീതിയിൽ ഇടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന 10 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ്. 10 ഇഞ്ചിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു 8 ഇഞ്ചിൻ്റെ മേടിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ഇപ്പം നമുക്ക് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചില സോങ്സ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇടിപ്പ് മാത്രമേ കേൾക്കത്തുള്ളൂ. സോങ്ങിൻ്റെ കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റിയില്ല. ഈ ഒരു റേഞ്ചിന് ഈ ഒരു സാധനം ഓക്കെയാണ്. പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് ഒരു JBL ഒക്കെ മേടിച്ച് വെക്കുവാണെങ്കിൽ സൗണ്ടും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ ഈ ഡോറിൻ്റെ ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അതിൻ്റേതായൊരു ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നാലും സാധനം എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയും എടുക്കുകയും ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ഇടുന്നതാണ്. നല്ലൊരു റെസ്പോൺസ് ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇടുന്നത്. ചിലപ്പോൾ റെസ്പോൺസും കാര്യങ്ങളൊന്നും കാണത്തില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ ഗുഡ് ബൈ.